ഹായ് ഓൾ, ക്യാബ് ഡോക്ടറിൻ്റെ വീക്കിലി ആൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെരി ടയേർഡാണ്. ജസ്റ്റ് ഞാൻ എറണാകുളത്തെ നമ്മുടെ ക്ലാസ് കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയതേ ഉള്ളൂ. ഇപ്പം ഏകദേശം സമയം 10:31. ഓക്കെ, ഞാൻ വീട്ടിൽ വന്ന് കയറിയതേ ഉള്ളൂ. ഡ്രസ്സ് പോലും വീട്ടിലാണ്. നിങ്ങൾ ക്ലാസ്സിൽ കണ്ട അതേ ഡ്രസ്സ് തന്നെയാണ് ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ ഇന്ന് വീക്കിലി ആൻസ് ഇത്രയും ലേറ്റായി. അപ്പം ചെയ്തില്ലെങ്കിൽ അതിനേക്കാൾ പ്രശ്നമാണ്. ഓക്കെ, നമ്മുടെ എല്ലാ വാഗ്ദാനങ്ങളും തെറ്റിപ്പോകും. അപ്പം പറഞ്ഞ വാക്ക് പാലിക്കുക എന്നുള്ളതാണ് ഏറ്റവും മുഖ്യമായ കാര്യം. അപ്പം ലേറ്റായി പോയി എങ്കിലും പറഞ്ഞ എനിക്ക് നിങ്ങളോടൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടല്ലോ, ആ കമ്മിറ്റ്മെൻറ്റ് ഫുൾഫിൽ ചെയ്യാന്നുള്ളതാണ്. അപ്പം കയ്യോടെ അത് ചെയ്തിട്ട് ഡ്രസ്സൊക്കെ മാറി കുളിച്ച് ഫ്രഷ് ആയിക്കണം തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ തലേ ദിവസം കോഴിക്കോട്ടെ ക്ലാസ്സിന് ശേഷം നമ്മൾ വന്ന് ശരിക്കും ഞാൻ വഴിയിൽ പെട്ടുപോയി എന്ന് വെച്ചാൽ വന്ന ട്രെയിന് വഴി പിടിച്ചിട്ട് അവസാനം 11 മണിക്ക് എറണാകുളത്ത് എത്തേണ്ട ട്രെയിന് രാത്രി 2 മണിയായപ്പോഴാണ് എത്തിയത്. 4 മണിക്ക്. മൊത്തത്തിൽ പ്രശ്നങ്ങളായിരുന്നു. ഓക്കെ, അപ്പം പോട്ടെ, അതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെയൊക്കെ സംഭവിക്കാനുണ്ട് അല്ലേ. നടന്നു പോകുന്ന മനുഷ്യൻ ഉരുണ്ട് വീണിലാവുന്നില്ലേ. അപ്പോൾ ഏത് നിമിഷമാണ് സംഭവിക്കുക, ഏത് നിമിഷം എന്ത് സംഭവിക്കാം. അപ്പം ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അപ്പം ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദിയുണ്ട്. കോഴിക്കോട് നിങ്ങളെന്നോട് കാണിച്ച എല്ലാ സ്നേഹത്തിനും സഹകരണത്തിനൊക്കെ വളരെയധികം നന്ദിയുണ്ട്. അതുപോലെ തന്നെ എറണാകുളത്തുള്ളവരും എല്ലാവരോടും നന്ദി. നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ്സിൻ്റെ അടുത്ത അനന്തരഫലം അറിയണമെന്നുണ്ടെങ്കിൽ ഒരു 3 മാസം കാത്തിരിക്കാം. 3 മാസം ഞാൻ കാത്തിരിക്കാൻ തയ്യാറാണ്. അപ്പം കഴിഞ്ഞ പല ക്ലാസ്സുകളിലെ റിസൾട്ടുകൾ 3 മാസത്തിന് ശേഷം എനിക്ക് റിപ്ലൈ ആയിട്ടും സ്ക്രീൻഷോട്ടുകളായിട്ടൊക്കെ വരാൻ തുടങ്ങി. അപ്പം അതുപോലെ തന്നെ ഇവിടെ ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, എല്ലാവരും വിജയിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെങ്കിൽ ഈ പങ്കെടുത്തവരിൽ അറ്റ്ലീസ്റ്റ് ഒരു 25 മുതൽ ഒരു 40% വരെ ആൾക്കാരെങ്കിലും രക്ഷപ്പെട്ടാൽ അത് ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് ആയിരിക്കും. ഓക്കെ, അങ്ങനെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, പിന്നെ എത്ര പറഞ്ഞാലും നന്നാകാത്ത ആൾക്കാരും ഉണ്ട്. അപ്പോൾ എനിക്ക് രക്ഷപ്പെടണമെന്ന ആഗ്രഹത്തോടെ ക്ലാസ്സിൽ കടന്നു വന്ന് അത് പഠിച്ച് ഇനിയും എൻ്റെ തെറ്റുകൾ എനിക്ക് ബോധ്യമായി അതിൽ നിന്ന് ഞാൻ പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകും എന്ന് തീരുമാനമെടുത്ത് പോയവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ. അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പം എല്ലാവർക്കും നല്ലൊരു ശുഭഭാവി, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഒരു ശുഭഭാവി ഈ ട്രേഡിംഗ് ലൈഫിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതിനെപ്പറ്റി കൂടുതൽ ഇനി പറഞ്ഞ് ഞാൻ നിങ്ങളുടെ ബോറടിപ്പിക്കുന്നില്ല. അപ്പം നമുക്ക് മാർക്കറ്റിലോട്ട് വരാം. മാർക്കറ്റിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 2 ദിവസത്തെ വലിയ പരതലുകളൊന്നും ഞാൻ പരിധിയില്ല മാർക്കറ്റിൽ. എങ്കിലും എൻ്റെ പരിമിതമായ അറിവ് വെച്ചിട്ട് ഇപ്പോഴും ഒരു ഗ്ലോബൽ ടെൻഷൻ മാർക്കറ്റിൽ നിൽക്കുന്നുണ്ട്. അത് ട്രംപും അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ചെറിയ അലോസരമാണ്. അപ്പം റഷ്യ പറയുന്നു, ഞങ്ങൾ നിങ്ങളുടെ അന്തർവാഹിനിയെ കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ന്യൂക്ലിയർ വഹിച്ച കപ്പലുകളെ കാണുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞ് റഷ്യയുടെ സൈഡിൽ നിന്നും അവരുടെ ഒരു സൈനിക മേധാവി ഡയലോഗ് പറഞ്ഞു. അപ്പം അതിനനുസരിച്ച് ഇവിടുന്ന് ട്രംപ് അണ്ണൻ വീണ്ടും 2 ആണവ അന്തർവാഹിനികൾ ആ സൈഡിലോട്ട് വിട്ടു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്ലോബലി ഒരു ചെറിയ ടെൻഷൻ്റെ കാര്യങ്ങൾ പലപ്പോഴും സംഭവിക്കാനുള്ളതല്ല, എങ്കിലും ഒരു അൺസർട്ടനിറ്റി മാർക്കറ്റിലുണ്ട്. അപ്പോൾ അത് എങ്ങനെ ഗ്ലോബലി ഇമ്പാക്റ്റ് ചെയ്യും എന്നുള്ളത് അടുത്ത ദിവസം മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ടെൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ക്രൂഡ് മേലോട്ട് പോകാനുള്ള ഒരു സാധ്യത ഉണ്ട്. പക്ഷേ നിലവിൽ നമുക്ക് നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മാത്രമേ എന്താണ് അറിയത്തുള്ളൂ. കഴിഞ്ഞ ദിവസം ഡൗ ജോൺസ് 1,500 പോയിന്റോളം പൊട്ടി. അപ്പം അതിൻ്റെ ഒരു എഫക്റ്റ് മാർക്കറ്റിൽ ഉണ്ടാവുമോ, നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടാവുമോ എന്നൊക്കെ ഉള്ളത് ഇന്ന് രാത്രി കഴിയുമ്പോൾ നാളെ വെളുപ്പിനെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ഒരു രൂപം കിട്ടും. അപ്പം ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ ക്ലാസ്സുകളിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും എങ്ങനെയാണ് നമ്മളൊരു മാർക്കറ്റിനെ വീക്ഷിക്കുന്നതെന്നും ഒരു മാർക്കറ്റിൽ നമ്മൾ ട്രേഡിന് ഇറങ്ങുന്നതിന് മുന്നേ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് വിജയിക്കാൻ പറ്റുമെന്നൊക്കെയുള്ള കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. വെരി സിമ്പിളായിട്ട് നിങ്ങൾക്കത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതിനനുസരിച്ച് ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫ് കൊണ്ടുപോകാൻ ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ നമുക്കിനി ചാർട്ട് എന്താണ് പറയുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ചാർട്ടിനകത്തിൽ നിങ്ങൾ ഈ കാണുന്നത് ഡേ ക്യാൻഡിലിലെ ചാർട്ടാണ് ഈ കാണുന്നത്. ഓക്കെ, നിഫ്റ്റിയുടെ ഡേ ക്യാൻഡിലിലെ ചാർട്ടാണ്. ഈ ഡേ ക്യാൻഡിലിലെ ചാർട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിന് മുമ്പിട്ട് നമുക്ക് വീക്കിലി നോക്കാം. വീക്കിലി ഞാൻ തുറന്നു നോക്കിയിട്ടില്ല ഇതുവരായിട്ടും. വീക്കിലി നമുക്കൊന്ന് നോക്കാം എന്താ സംഭവിക്കുന്നത്. വീക്കിലി നിങ്ങൾ നോക്കിക്കേ, വെരി സ്ട്രോങ് ഒരു ബെയറിഷ് മൊമെൻറ്റമാണ് നമ്മൾ ഇവിടെ കാണുന്നത് അല്ലേ. കഴിഞ്ഞ 1, 2, 3, 4, 5,
6 ആഴ്ചയായിട്ട് 1 2 3 4 5 6 കഴിഞ്ഞ 6 ആഴ്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീക്കിലി നല്ല ബെയറിഷ് ക്ലോസിംഗ് ആണ് മാർക്കറ്റിൽ വന്നിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇത് നോക്കി പ്രീവിയസ് ഹിസ്റ്ററി നോക്കി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഒരു പ്രാവശ്യം ഓൾ ടൈം ഹൈ പോയതിന് ശേഷം ഇതുപോലെ തന്നെ ഒരു സിവിയർ ഫോള് മാർക്കറ്റിലുണ്ടായി. കണ്ടോ, ഒരു സിവിയർ ഫോള് മാർക്കറ്റിലുണ്ടായി എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചേക്കുന്നത്. അത്രയും ഹൈ പോയില്ലെങ്കിലും 25,000 മുകളിൽ മാർക്കറ്റ്, 25,500 മുകളിൽ മാർക്കറ്റ് പോയതിന് ശേഷം അവിടുന്ന് ഒരു സിവിയർ ഫോള് വന്നു. ഈ ലാസ്റ്റ് വീക്കിലി ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ട്രോങ് ബെയറിഷ് ക്യാൻഡിലാണ് ഇവിടെ കാണുന്നത്. നോക്കിക്കേ, ഇന്ന് വലുതാക്കി കാണിക്കുക. കണ്ടോ, ഒരു സ്ട്രോങ് ബെയറിഷ് ക്യാൻഡിലാണ് വീക്കിലി ബേസിസിൽ നമ്മളിവിടെ കാണുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 24,565 ഈ വര വരച്ചിരിക്കുന്ന സംഭവം 24,565 എന്ന് പറയുന്ന ഈ വര വളരെ നിർണായകമായ ഒരു വരയാണ്, തലവരയാണ് 24,565. കാരണം പല പ്രാവശ്യം മാർക്കറ്റ് അവിടെ വന്ന് സപ്പോർട്ട് എടുത്തിട്ട് പോയിട്ടുള്ള ചരിത്രം ഇവിടെ പറയാനുണ്ട്. ഇവിടെ നമ്മൾ നോക്കിക്കേ, കഴിഞ്ഞ ഏകദേശം ഒരു വർഷം നമ്മൾ മാർക്കറ്റിനെ വീക്ഷിച്ച് കഴിഞ്ഞാൽ 24,565 എന്ന് പറയുന്ന ഈ ലൈനിൽ നമ്മൾ നേരത്തെ ഓൾറെഡി വരച്ചിട്ടുണ്ട്. നോക്കിക്കേ, ഇത് ഒരു റെസിസ്റ്റൻസ്, ഇതൊരു സപ്പോർട്ട്. ഓക്കെ, അതിനുശേഷം ഇതൊരു സപ്പോർട്ട്. നോക്കിക്കേ, ഇവിടെ റെസിസ്റ്റൻസ്, ഇവിടെ ഇതെല്ലാം പോട്ടെ. അതിനുശേഷം ഇവിടെ 1 2 ഇതൊന്ന് കൂട്ടാം. ഇവിടെ എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് സപ്പോർട്ടോ റെസിസ്റ്റൻസോ എടുത്ത ഒരു മേഖലയാണ് 24,565 എന്ന് പറയുന്ന ഈ നമ്പർ. ഓക്കെ, 24,565 അല്ല, 24,500 ഓക്കെ, സോറി, 24,500 ഞാൻ ആ നമ്പർ ശരിയാണ്, 24,500. അപ്പം ഈ 24,500 എന്ന് പറഞ്ഞൊരു സൈക്കോളജിക്കൽ സപ്പോർട്ട് കൂടാണ്. 24,565 മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 24,500 എന്ന് പറയുന്നത് വളരെ സൈക്കോളജിക്കലായിട്ടൊരു സപ്പോർട്ടുമാണ്. പല പ്രാവശ്യം പ്രീവിയസ്ലി അവിടെ മാർക്കറ്റ് വന്ന് സസ്റ്റെയിൻ ചെയ്യാനും അവിടെ തിരിച്ച് കയറിപ്പോകാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. ഈ പ്രാവശ്യം, അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നേരത്തെ ഇവിടെ വേറെ സംഗതികൾ ശ്രദ്ധിക്കണം. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വീക്കിലി ക്യാൻഡിൽ അവിടെ ക്ലോസിങ് വന്നപ്പം ഒരു സ്ട്രോങ് റിജക്ഷനോടുകൂടെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. നോക്കിക്കേ, കണ്ടോ, ഇവിടെ ഒരു സ്ട്രോങ് റിജക്ഷൻ വന്നാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നോക്കിക്കേ, സ്ട്രോങ് റിജക്ഷൻ. ഇവിടെ നോക്കിക്കേ, റിജക്ഷൻ. ഇവിടെ നോക്കിക്കേ, റിജക്ഷൻ. അപ്പം അങ്ങനെ ഒരു സ്ട്രോങ് റിജക്ഷനോടുകൂടിയാണ് 24,500 മാർക്കറ്റ് പലപ്പോഴും വീക്കിലി ബേസിസിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. പക്ഷേങ്കിൽ ഈ സിനാരിയോയിലോ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ ഒരു റിജക്ഷനും സംഭവിച്ചിട്ടില്ല. അപ്പം ഇതുകൊണ്ട് നമ്മൾ എന്താണ് അർത്ഥമാക്കേണ്ടത്? മാർക്കറ്റ് ഒരു ബെയറിഷ് സെൻറ്റിമെൻറ്റ്സിൽ തന്നെയാണ് നിൽക്കുന്നത്. 24,500 താഴെ മാർക്കറ്റ് പോയാൽ ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ഫർദറായിട്ട് മാർക്കറ്റ് താഴോട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. നമുക്ക് ഡേ ക്യാൻഡിലോട്ട് നോക്കാം. ഓക്കെ, ഡേ ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ 24,500 വളരെ നിർണായകമാണ്. ഈ 24,500 താഴെ ഇവിടെങ്ങും നിങ്ങൾ നോക്കിക്കേ, ഈ കഴിഞ്ഞ ഒരു വർഷത്തിന് അകത്ത്, കഴിഞ്ഞ മെയ് മാസം, ഒരു വർഷത്തിൽ കൂടുതലായിട്ട് ഒരിക്കൽ പോലും 24,500 താഴെ ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത ചരിത്രം ഇല്ല. കണ്ടോ, ക്ലിയറായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ വരകളൊന്നും മാറ്റുന്നില്ല. 24,500 താഴെ ഒരു കാരണവശാലും മാർക്കറ്റ് ക്ലോസിങ് വന്നിട്ടില്ല ഡേ ക്യാൻഡിൽ. നോക്കിക്കണ്ടോ, ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഇവിടെയെങ്കിലും ഇല്ല. ഇവിടെ എല്ലാം വന്ന് റിജക്റ്റ് ചെയ്ത് പോയേക്കോ മാർക്കറ്റ്. ഒരിക്കലും താഴെ ക്ലോസിങ് വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24,500 താഴെ ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ പിന്നെ നമുക്ക് കാണേണ്ടത് 24,800 ഞാൻ പറഞ്ഞു, പണ്ടേ നമ്മൾ വരച്ചിട്ടേക്കുന്ന ഒരു തലവരയുണ്ട്. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് 24,800 വരാനുള്ള സാധ്യത നമുക്ക് വീക്കിലി ബേസിസിൽ, ഓക്കെ, ഈ ആഴ്ച ഒരു പക്ഷെങ്കിൽ അങ്ങനെ ഡേ ക്യാൻഡിൽ 24,500 താഴെ ക്ലോസിങ് വന്നാൽ ഒരു പക്ഷെങ്കിൽ 23,800 ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത നമുക്ക് ഉണ്ട്. അടുത്ത ദിവസങ്ങളിൽ നമുക്ക് അങ്ങനെ കാണാൻ സാധ്യതയുണ്ട്. കാരണം പ്രീവിയസ്ലി അങ്ങനെ ഒരു ചരിത്രം മാർക്കറ്റിനുണ്ട്. 24,800 സ്ട്രോങ് ആയിട്ട് റെസിസ്റ്റൻസ് ഫേസ് ചെയ്തിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, 24,800 സ്ട്രോങ് ആയിട്ട് റെസിസ്റ്റൻസ് ഫേസ് ചെയ്തതിന് ശേഷം ബ്രേക്ക് ഔട്ട് നടത്തി കയറിപ്പോയ ഒരു പോക്കാണ് ഈ കാണുന്നത്. അപ്പോൾ ഒരു പക്ഷെങ്കിൽ തിരിച്ച് മാർക്കറ്റ് ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്ത്
തിരിച്ചു പോകാനുള്ളൊരു സാധ്യത ഉണ്ട്. ഞാൻ പണ്ടൊരിക്കലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ബാങ്ക് നിഫ്റ്റി ഓൾ ടൈം ഹൈ നിൽക്കുകയും നിഫ്റ്റി ഈ വകുപ്പിൽ ഇങ്ങനെ നിൽക്കുകയും ചെയ്യുമ്പം ഇതിന് മുന്നോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒരു പക്ഷെങ്കിൽ ഇവർക്ക് മുന്നോട്ടുള്ള പ്രയാണം ആരംഭിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റി വീണ്ടും താഴെ വന്ന് ഒന്നിച്ച് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയുടെ തോളെ കൈയിട്ട് വേണം മേലോട്ട് കയറി പോകാനെന്ന് ഞാൻ പല പ്രാവശ്യം എൻ്റെ വീഡിയോകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം മേ ബി അങ്ങനെ ഒരു സിനാരിയോയ്ക്കുള്ള സാധ്യത ഇവിടെ നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ ലെവലുകൾ, ഇത് 24,500 വളരെ നിർണായകമാണ്. അവിടെ എന്ത് സംഭവിക്കുമെന്ന് നോക്കുക. അതിനുശേഷം ഡേ ക്യാൻഡിൽ താഴെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഫർദറായിട്ട് നമ്മളൊരു ഫാൾ കാണും. അങ്ങനെ ഫാൾ വന്നു കഴിഞ്ഞാൽ 24,800 ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ബട്ട് ഇതിനിടയ്ക്കൊക്കെ ലെവലുകളുണ്ട്. ഇവിടെയൊക്കെ റിജക്ഷൻ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ തന്നെ കണ്ടറിയാം. ഓക്കെ, അപ്പോൾ ഇൻട്രാഡേ ബേസിസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാളത്തെ ലെവലുകൾ വരയ്ക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. സാധനം എല്ലാം അവിടെ തന്നെ ഉണ്ട്. നിങ്ങൾ പ്രത്യേകിച്ച് ഞാൻ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഒരു വര വരയ്ക്കേണ്ടി വരും. ഒരു വര വരയ്ക്കേണ്ടി വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു വര നമുക്ക് ഇവിടെ വരയ്ക്കേണ്ടി വരും. ഒരു മിനിറ്റ് നോക്കിക്കോട്ടെ. നമ്മൾ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നോക്കിക്കോട്ടെ, നമുക്കിത് ഇവിടെ വരയ്ക്കാം. ഇവിടെ ഈ പോയിന്റിൽ ഇതായിരിക്കും അടുത്തുള്ള ഒരു വരയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെസിസ്റ്റൻസോ അല്ല സപ്പോർട്ടോ എടുക്കാനുള്ളൊരു സാധ്യത ഉള്ള ഒരു ലൈനാണ് ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഈ ലൈൻ. ഇത് ഓക്കെ, ഇൻട്രാഡേ ബേസിസിലാണ്. നമുക്കതിനെ ഒന്ന് റെഡ് കളറിലാക്കിയേക്കാം, പോയിൻ്റ് കൂട്ടിയേക്കാം. ഓക്കെ, അപ്പോൾ ഈ വര കൂടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. കാരണം ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്ത് പല പ്രാവശ്യം, പിന്നെ ഇവിടെ വന്ന് കുറേ നേരം സസ്റ്റെയിൻ ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിച്ചതിന് ശേഷമാണ് ഇത് ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോയത്. അപ്പോൾ നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇതിനകത്ത് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യുന്നത് 24,500 ബ്രേക്ക് ചെയ്ത് നോക്കുക. 2500 ബ്രേക്ക് ചെയ്ത് താഴെ പോയാൽ ഫർദർ താഴോട്ടോ, അല്ല സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ കൺഫർമേഷൻ കിട്ടണമെങ്കിൽ 24,770 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയെങ്കിൽ നമുക്കൊരു കൺഫർമേഷൻ കിട്ടത്തുള്ളൂ. 850 മുകളിൽ ഒരു പക്ഷെങ്കിൽ ഷോർട്ട് കവറിങ് നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. 850 മുകളിൽ ഷോർട്ട് കവറിങ് നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇല്ലെങ്കിൽ ഈ 24,500 താഴെ പോയാൽ അൺവൈൻഡിങ് നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവയൊക്കെ മാർക്കറ്റിനെ നിയന്ത്രിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാളെ മാർക്കറ്റിനെ നിയന്ത്രിക്കാൻ പോകുന്നത് റിലയൻസും HDFCയും ഇൻഫിയും ആയിരിക്കും നാളെ നമ്മുടെ മാർക്കറ്റിനെ നിയന്ത്രിക്കാൻ പോകുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു HDFC നിങ്ങളൊന്ന് നോക്കി വെച്ചോ. HDFC ഗതി നോക്കിക്കഴിഞ്ഞാൽ ഈ 2012 പിന്നെയും വന്നിട്ടുണ്ട്. അപ്പോൾ 2008 ഇവിടെ കിടപ്പുണ്ട്, 2000 നമ്മുടെ സൈക്കോളജിക്കൽ സപ്പോർട്ട് ഇവിടെ കിടപ്പുണ്ട്. ഈ 2000 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോയെന്ന് നോക്കുക. 2000 താഴെ HDFC പോയി കഴിഞ്ഞാൽ പണ്ടത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഓക്കെ, ആ ചിന്ത നിങ്ങളുടെ മനസ്സിൽ വെക്കുക. HDFC പൊട്ടുന്നുണ്ടോ നോക്കുക. അതുപോലെ റിലയൻസിൻ്റെ ക്രൂഡിൻ്റെ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണ് റഷ്യയായിട്ടുള്ള പ്രശ്നത്തിനകത്തിൽ റിലയൻസ് പെട്ടുപോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ പെടുവാണെന്നുണ്ടെങ്കിൽ അതും നമ്മുടെ നിഫ്റ്റിയെ നല്ലപോലെ ബാധിക്കും. അതുപോലെ ICICI ബാങ്കും ഓൾ ടൈം ഹൈ നിൽക്കുന്ന സാധനം നേരെ താഴോട്ട് വന്നിട്ടുണ്ട്. ഇതിനും 1466 നിർണായകമാണ്, 1470 നിർണായകമാണ്, 1466 നിർണായകമാണ്. 1442 താഴെ പോയി കഴിഞ്ഞാൽ അവിടെയും ഫർദർ ഇതെല്ലാം ഓൾ ടൈം ഹൈ നിൽക്കുന്നതുകൊണ്ട് എന്ത് നെഗറ്റീവ് ന്യൂസ് ഉണ്ടെങ്കിലും ഇവരെ നല്ലപോലെ ബാധിക്കും. കോട്ടക് ബാങ്കും ഈ പറയുന്ന 2000 താഴെ പോയി ഓൾറെഡി വന്നു തോന്നുന്നുണ്ട്. 1995 ക്ലോസ് ചെയ്തിരിക്കുന്നത്. 1978 താഴെ, ഇത് എൻ്റെ ബർത്ത്ഡേയാണ്, ഓർത്ത് വെച്ചോണം. 1978 താഴെ ക്ലോസിങ് വന്നു കഴിഞ്ഞാൽ അവിടെയും നമ്മളൊരു ഫർദർ ഫോള് കോട്ടക് ബാങ്കിനകത്തിൽ നമ്മൾ കാണേണ്ടി വരും. ഓക്കെ, അടുത്ത ഇൻഫിയും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇൻഫി വെരി സ്ട്രോങ് ബെയറിഷാണ്. കാരണം അമേരിക്കയുടെ പ്രശ്നത്തിനകത്തിലാണ് ഇൻഫി പെട്ട് കിടക്കുന്നത്. അപ്പം ഇൻഫിക്ക് പ്രശ്നം അമേരിക്കൻ പ്രശ്നങ്ങൾ സോൾവ് ആയെങ്കിൽ മാത്രം, താരിഫിൻ്റെ പ്രശ്നങ്ങൾ സോൾവ് ആയെങ്കിൽ മാത്രമേ ഇൻഫിക്ക് ഒരു യാത്രയുള്ളൂ. ഇല്ലെങ്കിൽ ഇതിവൻ കുറ്റി അടിച്ച പോലെ ഇവിടെ കിടക്കും. 1369 താഴെ ഇൻഫി പോവുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നം ഗുരുതരമാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ ഡിപ്പിലും ഇൻഫിയെ നിങ്ങൾക്ക് ലോങ് ടേമിലേക്ക് അല്ലെങ്കിൽ ഒരു 6 മാസത്തെ ഗ്യാപ്പിലോ അല്ലെങ്കിൽ 1 വർഷത്തെ ഗ്യാപ്പിൽ നിങ്ങൾക്ക് ഇൻഫിയെ ഓരോ വീഴുന്ന ലെവലിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ITBസിനെ നിങ്ങൾക്ക് കുറേശ്ശെ വാങ്ങിച്ച് കൂട്ടാനുള്ള ഒരു സുവർണ അവസരമാണ് ഇപ്പം നിലവിലുള്ളത്. ഓക്കെ, ഇപ്പോൾ തൽക്കാലം ഞാൻ അവിടെ അത് പറഞ്ഞു നിർത്തുന്നു. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ ലെവലുകളിലൂടെ നമുക്കൊന്ന് നോക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽ നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയുടെ ഓൾ ടൈം കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ് താഴോട്ട് വരുവാണ്. അപ്പം കൃത്യമായിട്ടൊരു റെസിസ്റ്റൻസിലാണ്
ഇപ്പം ഒരു ക്ലിയർ ഇതേ ലെവലിൽ തന്നെയാണ് ഇപ്പോൾ മാർക്കറ്റ് ഒന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ചിലപ്പോൾ ഈ വരയൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഈ വരയെ നമുക്കൊന്ന് പൊക്കി വെക്കാം, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഇതാ ഇത് അവിടെ നിന്നോട്ടെ 1500 നമുക്കതിനെ 60 ആക്കാം. ഓ അത് പോയാ, നമുക്ക് ഈ വരയൊന്ന് 60 ആക്കിക്കാം. ഓക്കെ, 55,560. വേറെ വരകളൊന്നും മാറ്റാനില്ല, ബാക്കി സാധനങ്ങളൊക്കെ താഴെ കിടപ്പുണ്ട് ഇല്ലേ? ഓക്കെ, അപ്പോൾ 560 നോക്കുക. ഇതിനകത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്താൽ എങ്ങോട്ട് പോകും നോക്കിയിട്ട് ശേഷം ആ വഴിക്ക് മാർക്കറ്റ് ഇവിടെ ആണെങ്കിൽ ചെറിയ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ഒരു ഹെഡ് ആൻഡ് ഷോൾഡറിൻ്റെ വാങ്ങൽ ഇവിടെ ചെറുതായിട്ടൊന്ന് കാണുന്നുണ്ട്. പെർഫെക്റ്റ് ഒന്നുമല്ല, എങ്കിലും ഈ ഒരു പാറ്റേൺ സൂചിപ്പിക്കുന്നത് ഒരു പക്ഷേ മാർക്കറ്റ് താഴോട്ട് വരാനുള്ളൊരു സാധ്യതയാണ് ഈ ഒരു പാറ്റേൺ നമ്മളെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതിന് താഴെ പോയാൽ 560 താഴെ ഒരു 15 മിനിറ്റ് തന്നെ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഫർദറായിട്ട് മാർക്കറ്റ് താഴോട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ അപ്പോൾ നമ്മൾ HDFC കൂടെ നോക്കിയേക്കുക, ICICI, HDFC, കോട്ടക് ബാങ്ക്, ഇതിനെ മൂന്നിനെയും കൂടെ നോക്കിയേക്കുക. അവിടെ എന്ത് ബിഹേവിങ്സ് ആണ് നടക്കുന്നത്, അതിനനുസരിച്ച് ആയിരിക്കും ബാങ്ക് നിഫ്റ്റി യാത്ര. അതുപോലെ തന്നെ നമ്മുടെ നിഫ്റ്റി മിഡ് ക്യാപ്പിൽ നല്ല സിവിയർ ഫോളാണ്. നമ്മുടെ അതേ ലൈനിൽ നമ്മുടെ 12,660 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ടിലാണ് നിൽക്കുന്നത്. അപ്പം ഫർദറായിട്ട് താഴെ പോകുമോ ഇല്ല എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. ഇത് പൊട്ടിയാൽ അടുത്തത് 12,352. ഇത് ഓൾറെഡി പണ്ടേ നമ്മൾ വരച്ചിട്ടേക്കുന്ന വരകളായതല്ലേ, ഇവിടെ എല്ലാം ഇഷ്ടം പോലെ വരകളുണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് വരയ്ക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല, ലെവലുകളെല്ലാം കൃത്യമായിട്ട് റെസ്പെക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ലെവലുകളൊക്കെ വളരെ ഡീസൻ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം പ്രത്യേകിച്ച് വരകളൊന്നും വരയ്ക്കേണ്ട കാര്യമില്ല. ഇവിടെ താഴെ വര കിടപ്പുണ്ട്, കണ്ടോ 12,352. അതിന് താഴെ പോവാണ് വരയുണ്ട്, താഴെ വരയില്ല, അതപ്പോൾ നമുക്ക് അന്നേരം വരയ്ക്കാം. തൽക്കാലം ഇതങ്ങനെ നിൽക്കട്ടെ. പുതിയ കോൺട്രാക്റ്റാണ്, ഹെവി പൈസ വേണ്ടി വരും വാങ്ങിക്കാൻ. നഷ്ടം വന്നാലും ലാഭം വന്നാലും നിങ്ങൾ തന്നെ സഹിക്കുക. അതുകൊണ്ട് നോക്കിക്കണ്ട് മാത്രം മിഡ് ക്യാപ്പിനകത്തിൽ ട്രേഡ് ചെയ്യുക. അപ്പോൾ ഇത്രത്തോളമൊക്കെ ഉള്ളൂ. ഇപ്പോൾ തന്നെ ഈ വീഡിയോ ലോഡ് ചെയ്യുക. ഏകദേശം നിങ്ങൾക്ക് പാതിരാത്രി ആയാലും ഈ വീഡിയോ കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ക്ലാസ്സിൽ പങ്കെടുത്തവർക്കെല്ലാം ഓർമ്മയുണ്ടല്ലോ, നിങ്ങളിനി ഒരു പുതിയ ഒരു ട്രേഡിംഗ് ലൈഫാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വളരെ തന്മയത്വത്തോടും കൃത്യനിഷ്ഠയോടെയും സാമ്പത്തിക അച്ചടക്കവും പാലിച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ഉത്സാഹിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭഭാവി ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.